ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇത് വന്നിട്ട് ഈ ഒരു മച്ചാൻ്റെ കാറിൻ്റെ റിവ്യൂലായിരുന്നു. അപ്പോൾ അതിനെന്നെ വിളിച്ചിട്ട് വരാമോ എന്ന് ചോദിച്ചോണ്ട് അപ്പോൾ അതിന് ചെന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം വന്നിട്ട് കാർ ഏതാണെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഇനി അവിടെ ചെല്ലണം അറിയണമെങ്കിൽ നമ്മുടെ സിവിക്കൊക്കെ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് വീഡിയോ ആയേ ഉള്ളൂ, അതിൻ്റേതായിട്ടുള്ള കുഴപ്പമുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്കായിട്ട് അങ്ങോട്ട് പോകാം. അവർ മറ്റേ ഷോറൂമിൻ്റെ ആ സൈഡിൽ എവിടെ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. അങ്ങോട്ട് പോകാം. ഇവിടെ അടി തട്ടുന്നതാണല്ലേ, ഈ വണ്ടിയുടെ അടി തട്ടും. ഇവിടെ ഭയങ്കര താന്ന വണ്ടിയായിരുന്നു, അതുകൊണ്ട് അടി തട്ടുന്നുണ്ട്. കയറി കുറച്ച് പാടാണ് ഈ വണ്ടി കൊണ്ടൊക്കെ എവിടെയെങ്കിലും പോയാൽ. വണ്ടിയുടെ അടി തട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാനിത് കുറച്ചൊക്കെ എടുക്കുന്നുള്ളൂ. അങ്ങനെ എവിടേക്കൊക്കെ ഇങ്ങനെ എന്തിനേലൊക്കെ വിളിക്കുവാണെങ്കിൽ ഈ വണ്ടി എടുക്കുന്നുള്ളൂ. കാരണം പെട്ടെന്ന് ഈ വണ്ടിയുടെ അടി തട്ടും, അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളിടത്തൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റുള്ള വണ്ടി കൊണ്ടൊക്കെ ഇപ്പം പോകത്തുള്ളൂ. നേരത്തെ ആയിരുന്നു M5 ഒക്കെ എന്നും എടുക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ എടുക്കുന്നില്ല. അതാരും അങ്ങോട്ട് പോയി, ഏതൊരു ഗോൾഫ് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കതായത് ഇവിടെ എവിടെയെങ്കിലും നിർത്താം. ഇവിടെ ആണെന്ന് തോന്നുന്നു മച്ചാൻ പറഞ്ഞ സ്ഥലം, പക്ഷെ ആരും കാണുന്നൊന്നുമില്ല ഇവിടെ. ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ പിന്നെ റെക്കോർഡാക്കാം. മച്ചാനെ ഇറങ്ങും, മച്ചാനെ വണ്ടി തന്നെ ഇരിക്കാതെ ഇറങ്ങ പെട്ടെന്ന്. എന്തോന്നിത് വണ്ടിയെന്ന് ഇറങ്ങ. മച്ചാന്മാരെ കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു. പുള്ളി എന്നെ അടിക്കാൻ നിൽക്കുന്ന പോലെ ഇറങ്ങടാവേ അങ്ങനെയൊക്കെ പറയുന്നത്. എന്താ സംഭവം ഒന്നും അറിയത്തില്ല. ഇതേ എന്നിട്ട് ഓടിപ്പോകുന്നു. എന്താ സംഭവം ഒന്നും എനിക്കറിയത്തില്ല. റിവ്യൂലൊക്കെ കാർ ഇവിടെ കിടക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഈ മച്ചമ്മ പറഞ്ഞത് റിവ്യൂവിന് ആൾക്കാരോടൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ ആരും അങ്ങനെ വന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. മറ്റേ മച്ചാൻ ഇവിടെ കൊണ്ട് വണ്ടി പാർക്കാക്കി കേട്ടോ. മച്ചാൻ നല്ല സൂപ്പർ പാർക്കിംഗ് ആയിരുന്നു. മച്ചാൻ്റെ ആണ് ഈ ഗോൾഫ്, നൈസൊരു ഗോൾഫ്. എന്തോ ക്യാരക്ടറൊന്നും എനിക്കറിയത്തില്ല. സൈഡിൽ ഏതൊരു ക്യാരക്ടറിനെ അടിച്ചിട്ടുണ്ട്, ഗോക്കു ആണോ എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. ഏത് ക്യാരക്ടറാണെന്ന് അറിയത്തില്ല. നൈസൊരു ക്യാരക്ടറിനെ അടിച്ചിട്ടുണ്ട് സൈഡില്. കൊള്ളാം, വണ്ടി കാണാൻ നൈസ് ലുക്കാണ്. വൈറ്റ് അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് സ്റ്റിക്കർ വേറെ വണ്ടിയൊന്നും കണ്ടിട്ടില്ല, നൈസാണ്. പിന്നെ ഒരിക്കലും കലവിയൊക്കെ കേട്ടിട്ടുണ്ട്. വണ്ടി കൊള്ളാം, നല്ല വണ്ടിയാണ്, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മുടെ കോഴ്സ് ഉടനെ ഇറക്കും. ഇപ്പം നമ്മുടെ വർക്ക് ചെയ്യുന്ന മച്ചാൻ ഇപ്പം വന്നിട്ട് കുറച്ച് തിരക്ക്, അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി ഡിലേ ആകുന്നത്. ഇനി മച്ചാൻ വണ്ടി വരുമ്പോൾ ഞാൻ റെക്കോർഡാക്കാം കേട്ടോ. മച്ചാൻ വേണ്ട അവിടെ നിന്ന് വണ്ടി കൊണ്ടൊക്കെ വരുന്നുണ്ട്. താറാണ്, താർ ഫുള്ള് ഇത് ഓഫ് റോഡ് സ്പെക്കിപ്പാണ് വരുന്നതാണ് തോന്നുന്നത്. വണ്ടി സൈഡിലൊക്കെ ഒരു കിടക്ക സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. നൈസൊരു വണ്ടിയാണ്. നമുക്കൊരു താർ അടയ്ക്കാൻ കൊള്ളാനുണ്ട് ഇത് കണ്ടപ്പോ. പക്ഷെ നമ്മുടെ ആ ഒരു ഗോൾഫ് ഒന്ന് ഇറങ്ങിയിട്ട് വേണം താർ അടക്കാൻ. ഞാൻ കുറച്ചാണ് സീറ്റ് നിർത്തി വെച്ചേക്കുമായിരുന്നു, അപ്പൊ തിരിച്ചെടുക്കുമ്പോ ഇറക്കാനായിരുന്നു. അപ്പൊ നമ്മുടെ വണ്ടി പണിയുന്ന മച്ചാനെ കുറച്ച് ഫോണിനൊക്കെ ഇഷ്യൂ ആയിട്ടിരിക്കും, അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി ഇറക്കാത്തത്. അല്ലെങ്കിൽ ഇറക്കേണ്ടതായിരുന്നു. ഫ്രണ്ടിലൊക്കെ വലിയൊരു മെറ്റൽ ബമ്പറൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഫോഗ്രാഫും അങ്ങനത്തെ ലൈറ്റൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. സൈഡിൽ വന്നിട്ട് വലിയൊരു അലോയിലും പിന്നെ ഒരു സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ വണ്ടി ഒന്ന് അങ്ങോട്ട് കയറ്റിയിടാനാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പ്ലാൻ. നല്ല ലുക്കുണ്ട് പറ്റി കാണാൻ കേട്ടോ. ഞാൻ വിചാരിച്ചു കാറിന് ഇത്രയും ലുക്കുണ്ടോന്ന്. ഇവിടെ പോയി ഏതാണ്ട് പോകാനാണെന്ന് തോന്നുന്നു പ്ലാന്. നമുക്കും ചെറിയാക്കാം. എങ്ങോട്ടാ ഇവര് പോകുന്നേ അറിയത്തില്ല. നോക്കാം ഇവരെങ്ങോട്ടാ പോകുന്നത്, എന്താ പ്ലാനെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ രണ്ടുപേരുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇങ്ങോട്ടാ പോകുന്നുണ്ട്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കുവാണ് തോന്നുന്നു മറ്റേ പുള്ളി. ആ പുള്ളി വന്നിട്ട് ബാറ്റ്മാനാണ്. ഇത് വന്നിട്ട് മാസ്റ്ററിൻ്റെ ആണ് റിവ്യൂല് നടന്നത്. അപ്പൊ ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു പരിപാടിയായിരുന്നു. ഇത് വിളിച്ചവരായി അങ്ങനെ വന്നില്ല, അതുകൊണ്ടാണ് 3 പേരായാലും. നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ വരാതിരിക്കുന്ന മോശമല്ലേ. ഇവിടോട്ട് വന്നപ്പോൾ ഈ പുള്ളി ഏതോ മലയുടെ മണ്ടയ്ക്കോട്ട് കയറ്റിക്കൊണ്ട് പോയി. ഇതെന്നെ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ സ്ഥലത്ത് ഞാൻ പണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സ്ഥലം ഇവിടെ കണ്ട പോലെ എനിക്ക് തോന്നി.
ഈ മലയുടെ മണ്ടയോട് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇന്ന് ഇറക്കിയ വണ്ടിയാണ്. ഇത് പപ്പടമാകുന്നാ തോന്നുന്നത്. അത് തടിയും കൊണ്ട് പണിതേക്കുന്ന ഒരു പാലമാണ്. പാലം എപ്പോ ഒടിഞ്ഞു വീഴുന്നത് പോലും അറിയത്തില്ല. അതേ കൂടെ കയറ്റിക്കൊണ്ട് പോകുന്ന ബാറ്റ്മാനെ സമ്മതിക്കണം പറ്റി. ഇനി വണ്ടി കയറുന്നില്ലേ? കേറുന്നുണ്ടാ. പുള്ളി എന്തോ കാണിച്ചു അവിടെ, എനിക്ക് മനസ്സിലായില്ല. പതിയെ കേറുന്നുണ്ട് വണ്ടി. കാരണം നല്ല പവർക്ക് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാ? ഇത് റോഡൊന്നും ഇല്ല. കാട്ടിക്കൂടെ കയറി മലയുടെ കൊണ്ട് കയറാനാണ്. കേറുമോ ഇത്? അറിയത്തില്ല. നമുക്കൊരു ദിവസം ഇങ്ങോട്ട് വേറെ ഏതെങ്കിലും ഓഫ് റോഡ് വണ്ടി കൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് വരണം അല്ലേ? നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഉള്ള ഈ സൈഡിലേക്ക് എടുത്ത് ഓഫ് റോഡ് വണ്ടിയുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ നൈസൊരു ഫോട്ടോയാണ്. ഇത് കേറുന്നില്ല വണ്ടി അങ്ങോട്ട്. അത്രയും നല്ല കുത്ത് കയറ്റ അവിടെ. പിന്നെ ഇനിയും മണ്ടക്കോട്ടാണോ പോകുന്നത്? അല്ല, ഇവിടെ നിർത്തുക. അതെന്തുവാ സാധനം? മറ്റേ മൈൻക്രാഫ്റ്റിലൊക്കെ ഉള്ള സാധനമല്ലേ? ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് മറ്റേ മൈൻക്രാഫ്റ്റിലെ മറ്റേ വാൾ. ഇതിന്റെ പേരറിയാവുന്നവര് ഒന്ന് പറയണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ ഇതുവരെ കണ്ടിട്ട് ലൈക്കും സബും ഒന്നും ചെയ്യാത്തവര് എല്ലാം ചെയ്യണം. ലൈക്കും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ആക്കുക. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വണ്ടിയുടെ ഇതിനൊക്കെ വന്ന് വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ മച്ചാന്മാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും വണ്ടിയുടെ റിവ്യൂ ഞാൻ ഉടനെ തന്നെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇന്നത്തെ പരിപാടി. അപ്പം എല്ലാവരോടും ഗുഡ് ബൈ.